അപ്പോൾ ഇത് നമുക്കൊരു കൊറിയർ കിട്ടിയിട്ടുണ്ട്. കൊറിയർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അരീക്കോട് പോയതായിരുന്നു. ബാക്കി വീഡിയോ കാണാം. ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മൾ കൊച്ചിയിൽ വെച്ചാലും. അപ്പോൾ ഞാനിത് അരീക്കോടാണുള്ളത്. അപ്പോൾ അരീക്കോട് കൊറിയർ ഓഫീസിലേക്ക് വന്നാൽ കേട്ടോ. അതാ കൊറിയർ ഓഫീസ് ഇവിടെയാണ്. അപ്പോൾ കൊറിയർ വാങ്ങിക്കാൻ വേണ്ടി വന്നാൽ കേട്ടോ. 50 അപ്പോൾ ഞാൻ അതൊക്കെ വാങ്ങി അങ്ങനെ ബസ്സിലിരിക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ എന്താണ് വാങ്ങിക്കാറുള്ളത് അർജൻറ്റ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ബസ്സിലിരുന്ന് ഇങ്ങനെ ആലോചിക്കാറ് സ്വന്തമോ ഇല്ലേ, ഇനിയിപ്പോൾ പൈസ എടുത്താൽ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ബസ് സ്റ്റാർട്ടാക്കി. ബസ് സ്റ്റാർട്ടാകുന്നില്ല. അങ്ങനെ അടുത്ത ബസ്സിന് പോകേണ്ടിയിരുന്ന തോന്നണം. ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ബസ്സിന് അറിയിട്ടില്ല. ബസ്സിൽ തന്നെ ഇരിക്കാം കേട്ടോ. അവരൊന്നും പറഞ്ഞില്ല സ്റ്റാർട്ടിങ് ആക്കുമോ എന്നൊന്നും പറഞ്ഞില്ല. സ്റ്റാർട്ടാകണില്ല. കുറച്ച് പേരൊക്കെ ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാനും അവിടെ തന്നെ ഇരുന്നു. അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ബസ് കംപ്ലൈൻ്റ് ആയിരുന്നു. ബസ്സിലുള്ളൊരുത്ത പറയുന്നുണ്ട് ഞാൻ രാവിലെ ഇരുന്നപ്പം ബസ് കംപ്ലൈൻ്റ് ആയിരുന്നു, ഇതൊക്കെ വണ്ടി ഓഫായി പോയി എന്നൊക്കെ പറയുന്നു. അങ്ങനെ അതിൽ നിന്ന് ഇറങ്ങി അടുത്ത ബസ് ഒന്ന് ബസ്സിൽ കയറി അങ്ങനെ വീട്ടിലെത്തിയിട്ടോ. അവിടെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ച് ബാഗ് ഇവിടെ വെച്ച് ചാവിയൊക്കെ എടുത്ത് കഴിഞ്ഞ് തുറക്കട്ടെ. അതെ ഭയങ്കര ചൂട് കേട്ടോ, ഭയങ്കര ചൂടില്ലേ. അപ്പോൾ ഇതാ അരീക്കോട് പോയിട്ട് വരും കേട്ടോ. അയ്യ ഭയങ്കര വെയിൽ, എന്തൊരു വെയിലാണോ. ഡോറൊക്കെ തുറക്കട്ടെ. ചവിയടോ ഇരിക്കണ്ടേ ബാഗിലിട്ടീന്ന് വീട് കിട്ടണാവോ. ചവി ഭയങ്കര ഇട്ടായിരുന്നു. ചെവി എടുക്കട്ടെ. അതിൻ്റെ പൊന്നു കൊടുക്കത്തെ ചൂട് തിറങ്ങാൻ വയ്യ. വരുമ്പോൾ മഴ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ തുറന്ന് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറട്ടെ മക്കള്. ആദ്യം കുറച്ച് വെള്ളം കുടിക്കും. ഒരു കഥയാണോ എൻ്റെ പൊന്നോ. പിന്നെ മക്കളൊരു വഴിക്കലൊക്കെ ആക്കിയിട്ടാണോ. ഓ എന്തൊരു ചൂടാണ്, പുറത്തിറങ്ങില്ല കേട്ടോ. ഇനിയിപ്പോൾ തന്നെ കുട്ടികളെ വിളിക്കാൻ പോകണം. ഈ മറ്റേത് ഞാൻ കടയിലിരിക്കും. അതിന് യെല്ലോ നമ്മളെ കടയല്ലല്ലോ, കടയിൽ നിന്ന് ഞാൻ ഒഴിവായില്ലേ. അപ്പോൾ കുറച്ച് പഴമൊക്കെ വാങ്ങി എന്താ ചൂടത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിയ സമയത്തേന് തണുത്ത് പോയിരുന്നു കേട്ടോ. കവറിൽ നിന്നിട്ട് ഒരു ബസ് ടൈമിലുണ്ടായിരുന്നു. ബസ്സിൽ കുറച്ച് നേരം ഇരുന്നു, 10-15 മിനിറ്റ്. ബസ് സ്റ്റാർട്ടാവണില്ല. അതിൽ ഇനി ഒന്നാമത്തെ ഞാൻ 50 രൂപയുടെ പഴം മേടിച്ചതാണ്. അപ്പോൾ കുട്ടിയോട് പഴം വേണം പറഞ്ഞിട്ട് കരയണുണ്ട്. ഇങ്ങനെ വാങ്ങിച്ചതാ. അപ്പോൾ പുറത്ത് ഇരിക്കട്ടെ, കാറ്റൊക്കെ ഒന്ന് കൊള്ളട്ടെ. ഒരു വഴിയായിരുന്നു. മിഠായി വേണം. മിഠായി പറഞ്ഞാൽ എനിക്ക് ജിലേബി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജിലേബി വാങ്ങിയതാ. കുട്ടികൾക്ക് കുറേ ദിവസമായി നോമ്പ് കഴിഞ്ഞിട്ട് ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ഇപ്പോൾ ചൂടുകൊണ്ടൊരു വഴിക്കുണ്ട്, മുഖം നോക്കണ്ട കേട്ടോ. അടിപൊളി ജിലേബി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറേ ആയി എന്ത് കഴിച്ചിട്ട്. അവിടെ കണ്ടപ്പോൾ വാങ്ങി. വെള്ളം കുടിച്ചിട്ട് വരാം കേട്ടോ. അത് നമ്മൾക്ക് നല്ലോണം സോപ്പിട്ട് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര അലർജിയാണ്. അപ്പോൾ ഞാൻ അരീക്കോട് പോയി വന്ന്
പിന്നെ മോനൂസിന് ഇത് മലബാർ കേട്ടോ, മലബാർ കളക്ഷൻ അരീക്കോട് പോലീസ് സ്റ്റേഷൻ്റെ മുൻവശം അരീക്കോട് കേട്ടോ. കടയിൽ നിന്നാണ് ഞാൻ എപ്പോഴും ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറാം. ഇപ്പം മോനൂസിന് തീരെ ഡ്രസ്സില്ല, തീരെ പാവം. ഞാൻ പെരുന്നാളിൻ്റെ മുന്നെടുത്ത 1000 പെരുന്നാളിൻ്റെ ടൈമിൽ 1400 റുപ്യ മോനിട്ട ഡ്രസ്സ് ഇട്ടിരുന്നു. ഞാൻ ഇങ്ങനത്തെ ഇനി മഴയൊക്കെ അല്ലേ വരാൻ പോകുന്നത്, അപ്പോൾ ഇങ്ങനത്തെ ഒരു നിക്കർ മേടിച്ചു. ഇതിന് 70 രൂപ, 70-80 കേട്ടോ. ഇതിന് നല്ല തുണിയാണ്, നടുവിലിങ്ങനെ കുഴപ്പമില്ല, നിക്കറും അല്ല നല്ല പാൻറ്റും അല്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് കേട്ടോ. എൻ്റെ ഒതുങ്ങി കിടക്കുകയും ചെയ്യും. ഞാൻ ആദ്യമൊന്നും ഇങ്ങനത്തെ എടുക്കൂല, കാരണം മോന് ബാത്റൂമിലൊക്കെ പോകുമ്പോഴേ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ അവന് എന്നെ അറിയാം. അപ്പോൾ ഇതൊന്നും എടുത്തു. പിന്നെ ടീഷർട്ട് 2 വാങ്ങിട്ടോ, നീലയും ചുവപ്പും. ചുവപ്പ് കളറെല്ലാം ഇഷ്ടമാണ്. ഇത് വിലയുള്ള തന്നെ കേട്ടോ, നല്ല തുണിയാണ്. എന്താണ്ടില്ലേ, ഇനി കറക്റ്റായിരിക്കും, അളവിൽ കറക്റ്റാവും. പിന്നെ ഒന്ന് അലക്കിയാൽ ഇതാവുന്ന തുണിയല്ല കേട്ടോ. നല്ല ഉറപ്പുള്ള ടീഷർട്ടാണ്. അതിന് 50 രൂപ, ഇതിന് 70 രൂപ. അപ്പോൾ ഒരു 20 രൂപയുടെ മാറ്റമുള്ളൂ. പക്ഷേ ഞാൻ 20 രൂപ കൂടുതൽ നോക്കിയില്ല. ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ തന്നെ മേടിച്ചു. ഇതാകുമ്പോൾ ഈട് നിൽക്കും. മഴത്തൊക്കെ ഇനിയിപ്പോൾ ഇനി മഴയല്ലേ, കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ മഴയായില്ലേ. അപ്പോൾ ഇത് മേടിച്ചിട്ടോ. എൻ്റെ കുട്ടിക്ക് തീരെ ഇല്ല, ഉള്ളത് മുഷിഞ്ഞാണോ. മോളൂസിന് ഞാൻ ഉടുപ്പ് മറ്റേ മീശോന്ന് 2 മേടിച്ചിട്ടുണ്ടായിരുന്നു കടയിലാകുമ്പോൾ. ഇതൊരു നീല മേടിച്ചു. എന്താണ്ടല്ലേ, നീല നിക്കറൂടെ ഉണ്ടല്ലോ, ഇത് നീലാകുമ്പോൾ ഏത് നിക്കർ ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ 2 മേടിച്ചിട്ടോ. എന്താണ്ടില്ലേ, പാവം വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാവും, ഭയങ്കര ഇഷ്ടമാണ്. പുതിയ കുപ്പായി ഒരു കറുപ്പ് ടീഷർട്ട് എന്നാൾ മേടിച്ചതും വേറൊരു ടീഷർട്ട് മാത്രമേ ഉള്ളൂ കുട്ടിക്ക്. അപ്പോൾ ഞാൻ ഇത് മേടിച്ചു. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു നിക്കർ മേടിച്ചു. അങ്ങനെ രണ്ടിൽക്കും ചുവപ്പിലേക്ക് ഇതിട്ട് കൊടുക്കാം, ഇതിലേക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ 2 ജോഡി ആയല്ലോ അങ്ങനെ മടിക്ക്. ഇനിയിപ്പോൾ മഴയൊക്കെ ആയാലും കഴുകിയാലും ഉണങ്ങുന്നില്ല. അവർ യൂണിഫോം വാങ്ങിച്ചിട്ടില്ല. എന്താ വെച്ചാൽ ഇനിയിപ്പോൾ യൂണിഫോം എടുക്കണോ, കട എന്താ കൊടുക്കുകയാണ്, ഇവിടുന്ന് താമസം മാറേണ്ടി വരുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിലായതുകൊണ്ട് പിന്നെ അന്ന് തീരുമാനിച്ചിട്ടുണ്ടായില്ല. പിന്നെ കുറച്ച് പച്ചക്കറി, തക്കാളി, പച്ചമുളക് മേടിച്ചു. അതുള്ള നമുക്ക് എപ്പോഴും ആവശ്യം. തക്കാളി, പച്ചമുളക്, സവോള നാൾ മേടിച്ചായിരുന്നു ആളിന് നിൽക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് പൈസ ആയിരുന്നില്ല, അപ്പം ഞാൻ പിന്നെ മേടിച്ചില്ല കേട്ടോ. ഇതൊക്കെ കൂടി 50 രൂപക്ക് പഴം വാങ്ങിച്ച്. അപ്പോൾ ഇതൊക്കെ കൂടി 70 അല്ലേ. ഇതാകുമ്പോൾ നല്ല സംഭവം നല്ല പഴം തന്നെയാണ്. കൊലമ്പന്ന് ഇടിഞ്ഞു പോകുന്ന പഴമാണ്. അതങ്ങനെ അവിടെ സെപ്പറേറ്റ് വെക്കുന്നത്. എൻ്റെ അടുത്തുനിന്ന് ഈ പരിവായത് കേട്ടോ. ബസ്സിൽ കവറിൽ ഇരുന്നിട്ടേ ആ ചൂടുകൊണ്ട് ആയതാ, കറുത്തിട്ടുണ്ടായിരുന്നില്ല. എന്താണ്ടാവും ഇങ്ങടത്തുമ്പത്തിന് തോലി കറുത്ത് എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം കേട്ടോ. അങ്ങനെ അരീക്കോടൊക്കെ പോയി വന്ന് ഇനിയിപ്പോൾ ഇപ്പം തന്നെ ഇറങ്ങിപ്പോകണം താഴോട്ട്, കുട്ടികളെ വിളിക്കാൻ. 3 മണി ആവാനായി. ഞാൻ വന്ന് അധികം നേരം ആയിട്ടില്ല. വന്നപ്പോൾ തന്നെ 1:30 ആയിരുന്നു, 2 മണിയായി തുടങ്ങി. കുറച്ച് നേരം ലൈവ് വരണമെന്നുണ്ട്, ലൈവ് ഇടുന്നുണ്ട്. ഒരു 3 മണി 3:30 വരെ ലൈവ് വരും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കണം, അവർക്ക് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം, അതൊക്കെ ആഗ്രഹം ഉണ്ട്. പക്ഷേ യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായി വരട്ടെ, എന്നിട്ട് വേണം. എന്തെങ്കിലും ഒരു ഏണിങ്സൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങണം. അതിന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ. നമ്മളെ വീഡിയോസൊന്നും കാണുമ്പോൾ വലിയ ട്രെൻഡിങ് ഒന്നും ഉണ്ടാവില്ലല്ലേ, മോഡൽ ട്രെൻഡിങ് ഒന്നും ഉണ്ടാവില്ലല്ലേ, നമ്മളെ സാധാരണ അല്ലേ. പക്ഷേ ഈ സാധാരണ നമ്മളെപ്പോലത്തെ ആളുകളെ അതിന് സപ്പോർട്ട് ചെയ്യേണ്ടത് കേട്ടോ. സത്യം പറഞ്ഞാൽ കുഞ്ഞു മക്കളുള്ള വീടൊക്കെ പറഞ്ഞാൽ അവർക്കൊക്കെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. കടയിലാകുമ്പോൾ എല്ലാം ഞാൻ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു.
ഇപ്പോൾ കടയില്ലാതായതുകൊണ്ടാണ് എന്താ ചെയ്യുക, മുന്നോട്ടുണ്ടാകാൻ കഴിയുന്നില്ല. അപ്പോൾ യൂട്യൂബ് വീഡിയോസൊക്കെ നിങ്ങൾ കാണാം. ഞാനിടുന്ന വീഡിയോസൊക്കെ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ നല്ല വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ട്. കുഞ്ഞു മക്കളായിട്ട് എപ്പോഴും നമുക്ക് പുറത്തിറങ്ങാനൊന്നും കഴിയില്ല. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോകളൊക്കെ ഉണ്ടാവുള്ളൂ. അതൊക്കെ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. പുതുതായിട്ട് കാണുന്ന ആൾക്കാർ സബ് ചെയ്യുക. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സബ്ബൊക്കെ കൂടിയിട്ടുണ്ട്. ഒരു 100-200 സബ് ഈ 2 ആഴ്ചൻ്റെ ഉള്ളിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് സബ് ചെയ്ത എല്ലാവരോടും താങ്ക്സ്. അപ്പോൾ അവരൊക്കെ വീഡിയോസ് എന്തായാലും കാണുന്നുണ്ടാവുമല്ലോ സമയം കിട്ടുമ്പോൾ. അപ്പോൾ പുതിയ സബ് ചെയ്ത കൂട്ടുകാരോടും പഴയ സബ് ചെയ്ത കൂട്ടുകാരോടും നിങ്ങളോടെല്ലാവരുടെ അടുത്തും ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ഇനി കുട്ടികളെ വിളിക്കാൻ വേണ്ടിയിട്ട് പോട്ടെ കേട്ടോ. അപ്പോൾ അത് ഓക്കെ, ബൈ. കുറച്ച് നേരം ലൈവും പിന്നെ കുട്ടികളെ വിളിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വളരെ ടൈമായി. ഇനി അവർ വന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കുള്ളൂ. കാരണം ഇനിയിപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് കൊടുത്ത് അതൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ നിൽക്കുള്ളൂ. അപ്പം എന്നൊക്കെ, ബൈ.